ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സൺഡേ ആയ കാരണം കൊണ്ട് ഞാനും ആ അർജുൻ കൂടിയിട്ട് ഒന്ന് അമ്പലത്തിൽ പോയി വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞങ്ങൾ നവി മുംബൈയിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി തൊഴുതു. അതിന് ശേഷം തൊട്ടടുത്തൊരു ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രമുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്ര കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോവാ തിരുപ്പതി ഭഗവാന്റെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെയും പോയിട്ട് തൊഴാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഏതായാലും പോവല്ലേ, അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നോക്കി. നമ്മളെ നാട് പോലെ തോന്നുന്നുണ്ട് എനിക്ക് അവിടെയൊക്കെ കണ്ടിട്ട് കേട്ടോ. ഇതാണ് അമ്പലം. അമ്പലത്തിൻ്റെ അവിടെ ഞങ്ങൾ വണ്ടി ഇറങ്ങി. അതിന് ശേഷം ഞങ്ങൾ അമ്പലത്തേക്ക് പോകുക കേട്ടോ. നല്ല രസമല്ലേ, ഒരു എന്താ പറയുക, ഒരു താജ്മഹലിൻ്റെയൊക്കെ ഒരു ലുക്കില്ലേ, കൊട്ടാര ലുക്കല്ലേ. ഇതിൻ്റെ ഉള്ളിലുള്ള വർക്കുകൾ കണ്ടപ്പോൾ ഞാൻ വായ പൊളിച്ചു പോയിട്ട് നോക്കി. എന്ത് രസത്തിലാണ് അതിൽ ഓരോ വർക്കുകൾ ചെയ്തിട്ടുള്ളത്. അതാ ആ കാണുന്ന ചിത്രങ്ങൾ കൃഷ്ണനും രാധയും ബലരാമനും എല്ലാവരും കളിക്കണത്, ഗോപികമാരായിട്ടുള്ള ഡാൻസ്, പിന്നെ നമ്മുടെ പർവ്വതം എടുത്ത് പൊന്തിക്കണത്, എല്ലാ സ്റ്റോറിയിലുള്ളത് കുറച്ച് കുറച്ച് പാർട്ടുകളായിട്ട് അവർ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ശില്പങ്ങൾ വെച്ചിട്ട് നോക്കിയാൽ ഡോൾസ് വെച്ചിട്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ട്, എന്താ പറയുക, പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കണ്ടാലും മതി വരാത്ത ചിത്രപ്പണികൾ കൊണ്ട് ഉൾവശം കണ്ട് നിറച്ചിട്ടുണ്ട്. ഈശ്വര, കാണാൻ എന്തൊരു ഭംഗി, എവിടെ ഞാൻ പോയിട്ടുള്ളതെന്ന് ഇങ്ങനെ തോന്നി. എന്തൊരു രസമാണ്. അതുമല്ലൊരു പ്രത്യേക ഒരു ശാന്തിയായിട്ടുള്ളൊരു പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലം കേട്ടോ. ഞങ്ങൾ അവിടെ പോയിരുന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ അമ്പലം അടച്ചിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് തുറന്നത് കേട്ടോ. തുറന്നതിന് അപ്പോൾ ഇവിടെ വീഡിയോ എടുക്കണോണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ അമ്പലം തുറന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് പോരാൻ നേരത്താണ് ഞാൻ വീഡിയോ എടുത്തത്. ഭഗവാനെ ഞാൻ എടുത്തില്ല. അങ്ങനെ അവിടെയുള്ള ശ്രീകൃഷ്ണൻ്റെ അമ്പലമാണ് കേട്ടോ. അത് നമ്മുടെ മലയാളീസിൻ്റെ അല്ല കേട്ടോ ആ അമ്പലം. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് നേരെ പോയത് ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിലാണ് കേട്ടോ. എൻ്റെ അമ്മയെ പറഞ്ഞറിയിക്കാൻ വയ്യ, കൊത്തുകൾ പണികൾ കൊണ്ട് നിറച്ചിട്ടുള്ള ഒരു അമ്പലം. എന്ത് രസമാണ്. പക്ഷെ ഉള്ളിൽ വീഡിയോ അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഞങ്ങൾ കയറി ചെല്ലണം, അത് വരത്തെ മാത്രമേ എടുത്തുള്ളൂ. പക്ഷേ അവിടെ ചെന്നിട്ടുണ്ടല്ലോ, ഒരു എന്താ പറയുക, അവിടെ ചെന്നാൽ അതിന് ഒരു പ്രത്യേക, നമ്മളെ കുറച്ച് നേരം കൂടി ഇങ്ങനെ പിടിച്ചിരുത്തും ഭഗവാൻ എന്ന് പറഞ്ഞിട്ടില്ല. അത്രയ്ക്ക് നമുക്ക് ഇരുന്നാലും മതി തീരാണ്ട് അങ്ങനത്തെ ഒരു സ്ഥലമാണ് അവിടെ. കുറേ നേരം ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ച് തൊഴുതിട്ട് ഞങ്ങൾ അവിടെ തൊട്ടടുത്തുള്ള ഒരു ഗണപതിയുടെ അമ്പലമുണ്ട്, അവിടെയും പോയി പ്രാർത്ഥിച്ച്